നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ രാഷ്ട്രീയ പാർട്ടികളും സ്ഥാപകരുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ ആരാണ്? എ.ഒ. ഹ്യൂം. ആരാണ്? എ.ഒ. ഹ്യൂമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരംഭിച്ചതാരാണ്? എം.എൻ. റോയ്. ആരാണ്? എം.എൻ. റോയ് ആണ്. അതുപോലെ ഭാരതീയ ജനസംഘം സ്ഥാപിച്ചതാരാണ്? ശ്യാമപ്രസാദ് മുഖർജി. ആരാണ്? ശ്യാമപ്രസാദ് മുഖർജി. ഭാരതീയ ജനസംഘമാണ് പിന്നീട് കാലാന്തരത്തിൽ BJP ആയി പരിണമിച്ചത്. അതുപോലെ പറയുകയാണെങ്കിൽ ശിവസേന പാർട്ടിയുടെ സ്ഥാപകർ ആരാണ്? ബാൽ താക്കറെ. ആരാണ്? ബാൽ താക്കറെ. ഫോർവേഡ് ബ്ലോക്ക് സ്ഥാപിച്ചതാരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. അതുപോലെ ദ്രാവിഡ കഴകം സ്ഥാപിച്ചതാരാണ്? E.V. രാമസ്വാമി നായ്ക്കർ. E.V. രാമസ്വാമി നായ്ക്കറാണ് ദ്രാവിഡ കഴകം സ്ഥാപിച്ചത്. ദ്രാവിഡ മുന്നേറ്റ കഴകം സ്ഥാപിച്ചതാരാണ്? C.N. അണ്ണാദുരൈ. ആരാണ്? C.N. അണ്ണാദുരൈ. മക്കൾ നീതിമായം എന്ന രാഷ്ട്രീയ പാർട്ടി സ്ഥാപിച്ചതാരാണ്? നടൻ കമലഹാസനാണ്. ആരാണ്? നടൻ കമലഹാസനാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കേരളത്തിലെ ഹെഡ് ഓഫീസ് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. ഇന്ദിരാഭവൻ എന്നാണ് ആ ഹെഡ് ഓഫീസിൻ്റെ പേര്. അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തിരുവനന്തപുരത്തെ ഹെഡ് ഓഫീസാണ് AKG സെൻറ്റർ. അതുപോലെ തന്നെ BJPയുടെ കേരളത്തിലെ ഹെഡ് ഓഫീസ് തിരുവനന്തപുരത്താണ്. മാരാർജി ഭവനാണ് ഹെഡ് ഓഫീസ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ദ്രാവിഡ കഴകത്തിൻ്റെ സ്ഥാപകൻ E.V. രാമസ്വാമി നായ്ക്കറാണെന്ന് പറഞ്ഞു. ദ്രാവിഡ കഴകം സ്ഥാപിച്ചത് E.V. രാമസ്വാമി നായ്ക്കറാണ്. E.V. രാമസ്വാമി നായ്ക്കറുടെ സ്മാരകം എവിടെയാണ്? വൈക്കം എവിടെയാണ്? കോട്ടയം ജില്ലയിലാണ്. അതുപോലെ DMK ആണ് ദ്രാവിഡ മുന്നേറ്റ കഴകം. അത് സ്ഥാപിച്ചതാരാണ്? C.N. അണ്ണാദുരൈ ആണ്. C.N. അണ്ണാദുരൈയുടെ അന്ത്യവിശ്രമ സ്ഥലം എവിടെയാണ്? മറീന ബീച്ച്. എവിടെയാണ്? മറീന ബീച്ച്. അതെവിടെയാണ്? ചെന്നൈയിലാണ്.